ഹാസൻ എംപിയും എൻ.ഡി.എ സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയുടെ ലൈംഗിക അതിക്രമങ്ങൾ ബി.ജെ.പി നേതൃത്വത്തിന് അറിയാമായിരുന്നുവെന്ന് വെളിപ്പെട്ടതോടെ വെട്ടിലായി ബി.ജെ.പി. വിവാദ അശ്ലീല വീഡിയോകളടങ്ങിയ പെൻഡ്രൈവ് ബി.ജെ.പി നേതാവ് ദേവരാജ ഗൌഡയ്ക്ക് കൈമാറിയിരുന്നുവെന്ന് പ്രജ്വലിൻ്റെ ഡ്രൈവർ കാർത്തിക് വെളിപ്പെടുത്തി. പ്രജ്വൽ ജർമ്മനിയിലേക്ക് കടന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഒത്താശയോടെയാണ് എന്നും വിമർശനം ശക്തമാണ്. സ്വാതി ചേരുന്നു ദില്ലിയിൽ നിന്ന്. സ്വാതി, എന്തൊക്കെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ? ഷമ്മി, എന്തായാലും ഈ ലൈംഗിക അതിക്രമ കേസിൽ വെട്ടിലായിരിക്കുകയാണ് ബി.ജെ.പി നേതൃത്വം എന്ന് പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ രേവണ്ണയ്ക്കെതിരെ വലിയ തരത്തിലുള്ള ഗുരുതരമായ തെളിവുകൾ കണ്ടെടുത്തതായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ പെൻഡ്രൈവിലടക്കം 2000-ഓളം അധികം അശ്ലീല വീഡിയോകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ പെൻഡ്രൈവ് ഫോറൻസിക് സംഘത്തിന് കൈമാറിയിരിക്കുകയാണ്. എന്തായാലും വലിയ കുരുക്കുകളിലേക്കാണ് ബി.ജെ.പി പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിരവധിയായ ലൈംഗിക അതിക്രമ കേസുകൾ നേരത്തെ തന്നെയും റിപ്പോർട്ട് ചെയ്തതാണ്. എന്നാൽ ആ വിഷയത്തിലൊന്നും തന്നെ ബി.ജെ.പി നേതൃത്വം ഇടപെട്ടില്ല. ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിനിടെയാണ് ഗുരുതരമായ ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് ഇദ്ദേഹത്തിനെതിരായ തെളിവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീട്ടിലെ ജോലിക്കാരി തന്നെ ഈ വിഷയത്തിൽ നേതൃത്വത്തോട് സമീപിച്ചത്. എന്തായാലും ഈ വിഷയത്തിൽ വലിയ തരത്തിൽ ഗുരുതരമായ ഓരോ ആരോപണങ്ങൾ വരുമ്പോഴും ബി.ജെ.പി നേതൃത്വത്തിന് ഈ വിഷയത്തിൽ മൗനം തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇപ്പോൾ പ്രജ്വൽ ഈ വിഷയം പുറത്തറിഞ്ഞതിന് പിന്നാലെയാണ് വിദേശത്തേക്ക് കടന്നു കളഞ്ഞിട്ടുള്ളത്. ഈ അന്വേഷണ സംഘം ആദ്യം സമൻസ് അയച്ചിരുന്നു. വീണ്ടും രണ്ടാമത്തെ സമൻസ് അയക്കാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളതായാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് പ്രജ്വൽ എക്സിൽ കുറിച്ചത് തനിക്ക് 7 ദിവസത്തെ സാവകാശം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാട്ടിലില്ലാത്തതിനാൽ, ബാംഗ്ലൂരിൽ താൻ ഇല്ലാത്തതിനാൽ 7 ദിവസം കഴിഞ്ഞ് മാത്രമേ ഹാജരാകാൻ കഴിയൂ എന്ന തരത്തിലൊക്കെയാണ് പ്രജ്വൽ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ സിദ്ധാരാമയ്യ അടക്കം അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാർ ഈ വിഷയത്തിൽ വലിയ പ്രചരണ ആയുധമായി തന്നെ അല്ലെങ്കിൽ ഹസനിൽ നിന്നും എൻ.ഡി.എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ, അതായത് ജെ.ഡി.എസ് ബി.ജെ.പി സഖ്യത്തിൽ മത്സരിക്കുമ്പോൾ ഇത്തരത്തിൽ ഗുരുതര ആരോപണം എന്തായാലും കോൺഗ്രസ് വലിയ രാഷ്ട്രീയ ആയുധമായി തന്നെ എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. സിദ്ധാരാമയ്യ ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. നയതന്ത്ര പാസ്പോർട്ട് അടക്കം റദ്ദാക്കണമെന്നാണ് സിദ്ധാരാമയ്യ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. വലിയ തരത്തിൽ പ്രതിരോധത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, മോദി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നാരി ശക്തിയൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. നിലവിൽ ഗുസ്തി താരങ്ങളുടെ സമരത്തിലടക്കം ഗുസ്തി താരങ്ങളോട് ലൈംഗിക അതിക്രമ കേസിൽ വരെ കുറ്റവാളികൾക്കൊപ്പം നിലയുറപ്പിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു മോദി സർക്കാർ തുടർന്നത്. അതുതന്നെ പല വിഷയങ്ങളിലെ ബി.ജെ.പി നേതാക്കൾ ആരോപണ വിധേയമായിട്ടുള്ള വിവിധങ്ങളായ ലൈംഗിക അതിക്രമ കേസുകളിലൊക്കെ തന്നെയും പ്രതികളോടൊപ്പം നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലൊരു ലൈംഗിക അതിക്രമ കേസ് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള രേവണ്ണയ്ക്കെതിരെ വന്നിട്ടുള്ളത്. എന്തായാലും ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ വീണ്ടും പരാതിക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഇതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ള തന്ത്രങ്ങളൊക്കെ തന്നെയും ബി.ജെ.പി ആലോചിച്ചു വരികയാണ്. എന്തായാലും ഗുരുതരമായ ഈ ആരോപണങ്ങളെ എന്തായാലും ഉത്തരം പറഞ്ഞേ ബി.ജെ.പി മതിയാവുകയുള്ളൂ. വരുന്ന ദിവസങ്ങളടക്കം രേവണ്ണയ്ക്കെതിരായി വലിയ തരത്തിലുള്ള തെളിവുകൾ സമർപ്പിക്കുമെന്നാണ് പരാതിക്കാരി അടക്കം പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഡ്രൈവറുടെ മൊഴി സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതൊക്കെ തന്നെയും കോൺഗ്രസ് സർക്കാർ വലിയ രാഷ്ട്രീയ ആയുധമായി തന്നെ എടുക്കുമെന്ന് വേണം കണക്കാക്കാൻ. ഷമ്മി, സ്വാതി, പ്രജ്വൽ രേവണ്ണ ബാംഗ്ലൂരുവിലേക്ക് ഈ മാസം 15-ന് എത്തും എന്നുള്ളതിനെ സംബന്ധിച്ച ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇയാളുടെ വിമാന ടിക്കറ്റിൻ്റെ വിശദാംശങ്ങൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തു വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. ഒപ്പം തന്നെ ഈ കാര്യത്തിൽ കോൺഗ്രസ്സിന് കാര്യമായ ഒരു വിമർശനത്തിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഈ കേസ് സംബന്ധിച്ച്, ഈ വീഡിയോകളെ സംബന്ധിച്ച് ഏതാണ്ട് 1 വർഷമായി അന്തരീക്ഷത്തിൽ ഈ കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് സർക്കാർ, അവിടെ ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാർ ഇക്കാര്യത്തിൽ ഒരു നടപടിയും എടുത്തില്ല. കാരണം ഇവരുമായി സഖ്യമുണ്ടാക്കാം എന്നുള്ള പ്രതീക്ഷയിൽ ഇവർക്കെതിരെയുള്ള ആയുധം അവർ സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്തത്. ഈ കുറ്റവാളിക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ അവിടുത്തെ കോൺഗ്രസ് സർക്കാർ തയ്യാറായില്ല. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിയും സമാനമായ നിലപാട് തന്നെ സ്വീകരിച്ചത്. ബി.ജെ.പിയും അവിടെ ഈ കാര്യത്തിൽ എല്ലാം അറിയാമായിരുന്നിട്ടും ഇവരുമായി സഖ്യമുണ്ടാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് പ്രജ്വൽ വോട്ട് ചെയ്യുന്നത് എനിക്ക് വോട്ട് ചെയ്യുന്നത് പോലെയാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് യോഗത്തിൽ ഹാസനിൽ പ്രസംഗിച്ചത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ഇദ്ദേഹം ബാംഗ്ലൂരിലേക്ക് തിരിച്ചു വരുന്നു എന്ന വാർത്ത വരുന്നു. അതിൻ്റെ എന്തെങ്കിലും വിശദാംശങ്ങൾ നൽകാൻ കഴിയുമോ?
ഷമ്മി, ഇപ്പോൾ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു വരുമെന്ന് ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിശദമായ വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം എക്സിലടക്കം സൂചിപ്പിച്ചത് തങ്ങൾക്ക് 7 ദിവസം സമയം വേണമെന്നായിരുന്നു. എന്നാൽ വലിയ തരത്തിലുള്ള സമ്മർദ്ദം BJP നേതൃത്വത്തിനെതിരെ ഉണ്ടാകുന്നുണ്ട്. അന്വേഷണ സംഘം രണ്ടാമത് സമൻസ് അയക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിലൊക്കെ തന്നെയാണ് വീണ്ടും രേവണ്ണയ്ക്ക് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായേ മതിയാകൂ എന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നത്. എന്തായാലും ഷമ്മി സൂചിപ്പിച്ച പോലെ തന്നെ 1 വർഷത്തിന് മുമ്പേ ഈ വിശദാംശങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ലൈംഗിക ആരോപണ പരാതികൾ ഉൾപ്പെടെ കോൺഗ്രസ് സർക്കാരിന്റെ കീഴിൽ വന്നതാണ്. എന്നാൽ അവർ ഈ വിഷയത്തിൽ ഒന്നും തന്നെ നടപടിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇത് വലിയ വിവാദമായപ്പോൾ മാത്രമാണ് തങ്ങൾക്ക് രാഷ്ട്രീയ ആയുധമായി ഇത് ഉപയോഗിക്കാൻ കഴിയുമെന്നൊരു ഘട്ടത്തിൽ മാത്രമാണ് ഇപ്പോൾ കർണാടക സർക്കാർ അല്ലെങ്കിൽ സിദ്ധാരാമയ്യയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത്. അന്വേഷണ സംഘത്തെ അടക്കം നിയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും ഉടൻ തന്നെ പ്രജ്വൽ രേവണ്ണ കീഴടങ്ങിയേ മതിയാവൂ, അല്ലെങ്കിൽ അന്വേഷണ സംഘം അത്തരത്തിലേക്കുള്ള നടപടികളിലേക്ക് പോകാനാണ് സാധ്യതയുള്ളത്. ഷമ്മി, സ്വാതിയാണ് വിവരങ്ങൾ നൽകിയത്.